ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഒബ്ജക്റ്റ് സീരിയലൈസേഷൻ. ഒബ്ജക്റ്റ് സീരിയലൈസേഷൻ നമ്മളിതിന് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ബ്രീഫായിട്ട് നമ്മുടെ RMI ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ്സിൽ റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞതായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞൊരു ന്യൂ ടെക്നിക്ക് മാർഷാലിംഗ് ആൻഡ് അൺമാർഷാലിംഗ് എന്നുള്ളൊരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർഷാലിംഗ് അൺമാർഷാലിംഗ് നടക്കുന്നത് നമ്മളുടെ ക്ലയൻറ്റിൽ നിന്ന് ഒരു റിക്വസ്റ്റ് വരുന്നു, അത് സ്റ്റബിലേക്ക് കിട്ടുന്നു. ആ സ്റ്റബ് അതിനെ ആ ഒരു റിക്വസ്റ്റിനെ മാർഷാൽ ചെയ്ത് RR ലെയറിലേക്ക് വിടുന്നു. ആ RR ലെയർ അതിനെ സ്കെലിട്ടണിലേക്ക് എത്തിക്കുന്നു. നെറ്റ്വർക്ക് റൂട്ടിംഗ് ട്രാൻസ്പോർട്ട് ലെയറൊക്കെ വഴി സ്കെലിട്ടണിലേക്ക് എത്തുന്നു. ആ ഒരു റിക്വസ്റ്റ് സ്കെലിട്ടണിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് അൺമാർഷാലിംഗ് നടക്കുന്നു. അൺമാർഷാലിംഗ് നടന്ന് അത് സെർവറിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. അത് തിരിച്ച് അതേപോലെ തന്നെ സെർവർ അതിൻ്റെ റെസ്പോൺസ് സ്കെലിട്ടണിലേക്ക് എത്തിക്കുന്നു. സ്കെലിട്ടണിൽ നിന്ന് അത് വീണ്ടും മാർഷാൽ ചെയ്ത് ത്രൂ നെറ്റ്വർക്ക് RR ലെയർ ആൻഡ് ട്രാൻസ്പോർട്ട് ലെയർ അത് തിരിച്ച് സ്റ്റബിലേക്ക് തന്നെ എത്തുന്നു. സ്റ്റബ് ആ കിട്ടുന്ന റെസ്പോൺസിനെ അൺമാർഷാൽ ചെയ്യുന്നു. ഈ ഒരു ടെക്നിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം RMIൻ്റെ കേസിൽ ഇത് ഇംപ്ലിസിറ്റ് ആയിട്ട് നടക്കുന്നു. അതിൽ പ്രത്യേകിച്ച് യൂസറിൻ്റെ ഹാർഡ് കോഡിങ്ങിൻ്റെയോ ഇൻ്റർവെൻഷൻ്റെയോ ഒന്നും ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇംപ്ലിസിറ്റായിട്ട് RR ലെയറും RMI പ്രോട്ടോക്കോളെല്ലാം ചേർന്ന് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നു. അതിൽ പ്രത്യേകിച്ച് യൂസറിന് ബോദർ ചെയ്യേണ്ട യാതൊരു കാര്യങ്ങളുമില്ല എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞിരുന്നത് ഇങ്ങനെ മാർഷാലിംഗ് എല്ലാം നടക്കണം, RMI കമ്മ്യൂണിക്കേഷനിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ റിമോട്ട് ഇൻ്റർഫേസിനെ റിമോട്ട് എന്ന് പറയുന്ന java.rmi.starൽ .star എന്ന് പറയുന്ന പാക്കേജിൽ റിമോട്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ നമ്മളുടെ ഇൻ്റർഫേസ് റിമോട്ട് ഇൻ്റർഫേസ് ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻ്റർഫേസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണം എന്നൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് RMI പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് അതിനെ മാർഷാലിംഗ് അൺമാർഷാലിംഗ് എല്ലാം ചെയ്യാൻ പറ്റുന്നത്. എങ്കിൽ മാത്രമാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇംപ്ലിസിറ്റ് ആയിട്ട് ഇത്രയും പ്രോസസ്സുകൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കുകയുള്ളൂ. ഇനി അങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇൻ കേസ് നമ്മൾ ആ റിമോട്ട് മെത്തേഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടല്ല, റിമോട്ട് എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർഫേസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടല്ല നമ്മളുടെ റിമോട്ട് ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ അത് നമ്മുടെ സ്റ്റബിലേക്ക് റിക്വസ്റ്റ് കിട്ടുന്ന സമയത്ത് തന്നെ ചെക്ക് ചെയ്ത് ക്ലാസ് ലോഡേഴ്സൊക്കെ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൺഫേം ചെയ്യുന്നതാണ്. അങ്ങനെ റിമോട്ടായിട്ടല്ല ഈ ഒരു റിക്വസ്റ്റഡ് ഒബ്ജക്റ്റ് ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ പിന്നെ explicitly user have to serialize the object so that it could be passed through the network. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ്, ഒബ്ജക്റ്റ് സീരിയലൈസേഷൻ്റെ ടെക്നിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിനെ നമ്മളുടെ നോർമൽ ട്രാൻസ്പോർട്ട് ലെയറിലൂടെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു നെറ്റ്വർക്കിലൂടെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബൈറ്റ് സ്ട്രീം ആക്കിയേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ സ്ട്രീം ഓഫ് ബൈറ്റ്സ്, സീരിയൽ ബൈറ്റ്സിൻ്റെ ഒരു സ്ട്രീം ആക്കിയിട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ സീരിയലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിനെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈറ്റ്സ് ആക്കിയിട്ട് ബൈറ്റ് സ്ട്രീം ആക്കിയിട്ട് മാറ്റുന്നതിനെയാണ് സീരിയലൈസേഷൻ എന്ന് പറയുക. ഈ സീരിയലൈസ്ഡ് ബൈറ്റ്സിൽ ആ ഒബ്ജക്റ്റിൻ്റെ എല്ലാ ബിഹേവിയറും ഇൻക്ലൂഡഡ് ആയിരിക്കും. അതിലുള്ള റിയൽ വാല്യൂ ഡാറ്റാസ് ഉണ്ടായിരിക്കും, ആ ഡാറ്റ ടൈപ്സ് ഉണ്ടായിരിക്കും, അതിൻ്റെ കണ്ടൻസ്, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കതിന് ഈ സീരിയലൈസ് ചെയ്യുന്ന ബൈറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി അതിനെ റിസീവിങ് എൻഡിൽ ഡീസീരിയലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒറിജിനൽ ഒബ്ജക്റ്റിനെ തന്നെ അവിടെ റീകൺസ്ട്രക്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ജാവ നമുക്ക് ഒബ്ജക്റ്റ് സീരിയലൈസേഷൻ മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റ് സീരിയലൈസേഷൻ, ജാവ പ്രൊവൈഡ്സ് മെക്കാനിസം കോൾഡ് ഒബ്ജക്റ്റ് സീരിയലൈസേഷൻ where an object can be represented as a sequence of bytes that includes the object's data as well as the information about the object's type and type of data stored in the object. So all this sort of informations we can serialize, and that will be available in the serialized bytes. After a serialized object
has been written into a file, it can be read from the file and deserialized. നമുക്ക് നെറ്റ്വർക്ക് ട്രാൻസ്ഫറിങ്ങിന് വേണമെങ്കിൽ സീരിയലൈസ് ചെയ്യാം. അതല്ല സീരിയലൈസ് ചെയ്ത ബൈറ്റ്സ് ആക്കിയിട്ട് നമുക്കൊരു ഒബ്ജക്റ്റിനെ ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ കാണിക്കുക. Deserialization, the type information and bytes that represent the object and its data can be used to recreate the object in memory. അപ്പോൾ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡീസീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ എൻ്റയർ പ്രോസസ്സ് എന്ന് പറയുന്നത് JVM ഇൻഡിപെൻഡൻ്റ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഒബ്ജക്റ്റിനെ സീരിയലൈസ് ചെയ്ത് അത് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ ഡീസീരിയലൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ സീരിയലൈസ് ചെയ്യുന്നതെന്നാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസ്. ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസ് ഒക്കെ നമ്മൾ ക്യാരക്ടർ സ്ട്രീം, ബൈറ്റ് സ്ട്രീം, ക്യാരക്ടർ സ്ട്രീം, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസ്സസ് ഡിസ്കസ് ചെയ്തതിൽ നമ്മുടെ ജാവ SC സ്റ്റാൻഡേർഡ് എഡിഷനിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന റൂട്ട് ടൈപ്പിൻ്റെ ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ സീരിയലൈസ് ചെയ്യുന്നതും ഡീസീരിയലൈസ് ചെയ്യുന്നതും. അതിൻ്റെ ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസ് യൂസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ റൈറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ക്ലാസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീം ക്ലാസ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളതിനെ സീരിയലൈസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു എംപ്ലോയി ഒബ്ജക്റ്റിനെ സീരിയലൈസ് ചെയ്ത് അതിനൊരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ റൈറ്റ് ചെയ്യുന്ന employee.scr സീരിയലൈസ് employee.scr എന്നുള്ളൊരു ഫയലിലേക്ക് നമ്മളുടെ സീരിയലൈസ് ചെയ്ത എംപ്ലോയി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ബൈറ്റ് സ്ട്രീമിനെ സ്ട്രീം ഓഫ് ബൈറ്റ്സ് ആയിട്ട് റൈറ്റ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഡീസീരിയലൈസേഷൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ എംപ്ലോയി ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് java.io.serializable എന്നുള്ള ഒരു ഇൻ്റർഫേസ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. നമുക്ക് സീരിയലൈസ് ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ടും സീരിയലൈസബിൾ എന്നുള്ള ഈ ഒരു ഇൻ്റർഫേസ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. ഇതിൽ നോർമലായിട്ടുള്ള സ്ട്രിങ് നെയിം, സ്ട്രിങ് അഡ്രസ്, അതുപോലെ ഈ ട്രാൻസിയൻ്റ് എന്നുള്ളൊരു കീവേഡ് നമുക്കിവിടെ പുതുതായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇത് നമ്മളുടെ സീരിയലൈസ് ചെയ്യുമ്പോൾ, ഈ ഒരു ഒബ്ജക്റ്റിനെ സീരിയലൈസ് ചെയ്യുമ്പോൾ അതിനെ എക്സ്ക്ലൂഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ട്രാൻസിയൻ്റ് എന്നുള്ള കീവേഡ് വെച്ച് ഇതിനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാം നോർമൽ തന്നെയാണ്. ഇനി ഇതിലൊരു ഒരേ ഒരു മെത്തേഡ് ഉള്ളത് മെയിൽ ചെക്ക് എന്നുള്ളതാണ്. അവിടെ ജസ്റ്റ് ഒരു പ്രിൻ്റ് ചെയ്യാനുള്ളൊരു മെസ്സേജ് പ്രിൻറ്റിങ്ങിനുള്ള ഒരു മെത്തേഡാണ് ഈ മെയിൽ ചെക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സീരിയലൈസ് ചെയ്യാനുള്ള എംപ്ലോയി ഒബ്ജക്റ്റിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ java.io.serializable എന്നുള്ള ഒരു ഇൻ്റർഫേസ് മസ്റ്റായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. ദെൻ ഇഫ് എ ഫീൽഡ് ഈസ് നോട്ട് സീരിയലൈസബിൾ ഇറ്റ് മസ്റ്റ് ബി മാർക്ക്ഡ് ട്രാൻസിയൻറ്റ്. ഇപ്പോൾ ട്രാൻസിയൻ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഫീൽഡ് സീരിയലൈസ് ചെയ്ത ബൈറ്റ് സ്ട്രീമിൽ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. ബാക്കി എല്ലാ ഫീൽഡ്സും, ആ ഒബ്ജക്റ്റിലുള്ള ബാക്കി എല്ലാ ഡാറ്റ ഫീൽഡ്സും തന്നെ നമുക്ക് സീരിയലൈസ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഇനി സീരിയലൈസേഷൻ്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മളുടെ എംപ്ലോയി ക്ലാസ് നമ്മൾ കണ്ടു. എംപ്ലോയീൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റിനെ സീരിയലൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് ഇമ്പോർട്ട് java.io.star, നമുക്കറിയാം ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പാക്കേജ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് io.star. ദെൻ പബ്ലിക് ക്ലാസ് സീരിയലൈസ് ഡെമോ എന്നാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ പേര്. ദെൻ എംപ്ലോയി ഒബ്ജക്റ്റിന് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള ഡാറ്റാസ് എല്ലാം ഇവിടെ സപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോട്ട് ചെയ്യുക, ഈ .ssn എന്ന് പറയുന്ന നമ്മുടെ ട്രാൻസിയൻറ്റ് ഫീൽഡിലേക്കുള്ള ഡാറ്റ കൂടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളിവിടെ അതൊരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണെന്ന് പറഞ്ഞു. അപ്പോൾ employee.scr എന്നുള്ള ഫയൽ, ആ ഫയലിനെ നമ്മൾ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം ഫയൽ ഔട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇൻസ്റ്റൻസിലേക്കാണ് നമ്മൾ employee.scr എന്നുള്ള നെയിം കൊടുത്ത് ഈ ഫയൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫയൽ ഔട്ടിലേക്കാണ് നമുക്ക് എഴുതാനുള്ള ഔട്ട്പുട്ട് സ്ട്രീം, ഫയലിലെ ഔട്ട്പുട്ട് സ്ട്രീമാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം
ഔട്ട് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഔട്ട് എന്നുള്ള ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മുടെ ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഒബ്ജക്റ്റ് ഔട്ട് എന്നുള്ള ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട് ഡോട്ട് റൈറ്റ് ഒബ്ജക്റ്റ് ഇ. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീമിൻ്റെ റീഡ് ഒബ്ജക്റ്റ് എന്നുള്ളൊരു മെത്തേഡ്, ഇത് രണ്ടുമാണ് നമ്മൾ സീരിയലൈസേഷനും ഡീസീരിയലൈസേഷനുമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് ഒബ്ജക്റ്റ് എന്നുള്ള ഈ ഒരു മെത്തേഡാണ് നമ്മൾ സീരിയലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആ സീരിയലൈസ് ചെയ്യുന്ന ഔട്ട് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെ ഒബ്ജക്റ്റാണ്. ഈ ഒബ്ജക്റ്റിലേക്ക് നമുക്ക് ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമാണ് നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമിൻ്റെ ഒബ്ജക്റ്റാണ് ഇവിടെ പാസ് ചെയ്തിരിക്കുന്നത്. ആ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് employee.ser എന്നുള്ള ഫയൽ നെയിം പാരാമീറ്ററായിട്ട് പാസ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീമിലേക്ക് അതിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളുടെ ഇ എന്ന് പറയുന്ന എംപ്ലോയീൻ്റെ ഒബ്ജക്റ്റിനെ ഇതിലേക്ക് റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് employee.ser എന്നുള്ള ഫയലിൽ നമ്മളുടെ ബൈറ്റ് സ്ട്രീമായിട്ട് സീരിയലൈസ് ചെയ്തിട്ടുള്ള നമ്മളുടെ എംപ്ലോയി എന്നുള്ള ഒബ്ജക്റ്റിലെ കണ്ടൻസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ബാക്കി ഇവിടെ out.close ഫയൽ out.close നമ്മുടെ എല്ലാ റിസോഴ്സസും ഫ്രീ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ബാക്കി പ്രത്യേകിച്ചൊന്നും ഈ ഒരു പ്രോഗ്രാമിലില്ല. നെക്സ്റ്റ് നമുക്ക് ഡീസീരിയലൈസിങ് ആൻ ഒബ്ജക്റ്റ് ആണ്. ഇത് സിമ്പിളായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സെയിം ഒരു പ്രോഗ്രാം മാത്രമാണ്. ദിസ് പ്രോഗ്രാം സീരിയലൈസ് ആൻ ഒബ്ജക്റ്റ്. ഇവിടെ നമുക്ക് ഡീസീരിയലൈസ് ഉണ്ട്. എംപ്ലോയീൻ്റെ ഒരു റെഫറൻസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫയൽ ഇൻപുട്ട് സ്ട്രീമാണ്. ഫയൽ ഇൻപുട്ട് സ്ട്രീം നമുക്ക് ആ ഒരു ഫയലിൽ നിന്ന് റീഡ് ചെയ്യാനായതുകൊണ്ട് ഫയൽ ഇൻപുട്ട് സ്ട്രീമിൻ്റെ ഒരു ഒബ്ജക്റ്റാണ് നമ്മളിവിടെ ഫയലിൻ എന്നുള്ള ഒബ്ജക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ റീഡ് ചെയ്യാനായിട്ട് employee.ser എന്നുള്ള ഫയലിലേക്കാണ്, അതിൽ നിന്നാണ് റീഡ് ചെയ്യുന്നുള്ളതെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീമിൻ്റെ ഇൻ എന്നുള്ള ഒബ്ജക്റ്റ് നമ്മളിവിടെ ഫയൽ ഇൻ എന്നുള്ള ഒബ്ജക്റ്റ് പാസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻ.റീഡ് ഒബ്ജക്റ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഈ ഫയൽ ഇന്നിൽ നിന്നും ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സീരിയലൈസ്ഡ് ആയിട്ടുള്ള ബൈറ്റ്സിനെ റീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. റീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാം ഇത് ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീമിൻ്റെ ഒബ്ജക്റ്റാണ് ഇൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ നമുക്ക് റീഡ് ചെയ്ത് കിട്ടുന്ന ബൈറ്റ് സ്ട്രീമിനെ നമ്മൾ ഫോർ എ സെക്യൂരിറ്റി എംപ്ലോയി ഒബ്ജക്റ്റായിട്ട് കാസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കാസ്റ്റ് ചെയ്തതിനെ നമ്മൾ ഇ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത റെഫറൻസിലേക്കാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ റെഫറൻസിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി in.close ഇത്രയുമാണ് നമുക്ക് സീരിയലൈസ് ചെയ്യാനായിട്ടും ഡീസീരിയലൈസ് ചെയ്യാനായിട്ടും നമുക്ക് ഈ ഒരു മെത്തേഡ് മാത്രമാണ് ഓർത്ത് വെച്ചിരിക്കേണ്ടത്. ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീം യൂസ് ചെയ്തിട്ടാണ് നമ്മളത് റീഡ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് ഡീസീരിയലൈസേഷൻ കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാണുന്നത് നമ്മുടെ ട്രൈ ക്യാച്ച് ബ്ലോക്കൊക്കെയാണ്. അതിൽ വരുന്ന എക്സെപ്ഷൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ഡീസീരിയലൈസ്ഡ് എംപ്ലോയി എന്നുള്ളൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്തതും അതുപോലെ e.name എന്നുള്ള അത് e.address, e.ssn, e.number ഇത്രയും ഡീറ്റെയിൽസ് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ നമ്മളുടെ ഡീസീരിയലൈസ് ചെയ്ത് നമ്മൾ ഇയിലേക്ക് എംപ്ലോയി ടൈപ്പിലേക്ക് കാസ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡാറ്റാസിനെ നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഈ പ്രിൻ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നെയിം രാഹുൽ, നമ്മളവിടെ കൊടുത്ത സെയിം ഡാറ്റാസ് റോസ് വില്ല ആലുവ. SSN 0 ആണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം നമ്മൾ ഈ SSN എന്നുള്ള ഫീൽഡ് നമ്മൾ നോൺ സീരിയലൈസിബിൾ ആയിട്ട് അല്ലെങ്കിൽ ട്രാൻസിയൻ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു ഫീൽഡായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് ഈ .ssn എന്നുള്ളത് നമ്മൾ ഇൻ്റായിട്ടാണ് ഡിക്ലെയർ ചെയ്തത്. ഇൻറ്റിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ഈ 0 വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ആ സീരിയലൈസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ SSN നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പർ നമുക്ക് അവിടെ തന്നെ മിസ്സായി പോയിട്ടുണ്ട്. അത് പർപ്പസ്ഫുള്ളി നമ്മൾ മിസ്സാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ട്രാൻസിയൻ്റ് എന്നുള്ളൊരു പ്രോപ്പർട്ടി അതിൽ കൊടുത്തിട്ട് നമ്മളതിനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ വേറൊരു ഇൻറ്റിജർ ഫീൽഡ് ആയിട്ടുള്ള നമ്പർ നമുക്കിവിടെ റീഡ് ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സീരിയലൈസേഷനും ഡീസീരിയലൈസേഷനും വരുന്നത്. അപ്പോൾ അതിൽ ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്കിലാണ് നമ്മൾ
സീരിയലൈസ് ചെയ്യാനും ഡീസീരിയലൈസ് ചെയ്യാനും എല്ലാം ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നിടത്തും ഫയലിൽ നിന്ന് റീഡ് ചെയ്യുന്നിടത്തും എന്തെങ്കിലും പ്രോബ്ലംസ് അറൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായാലും ഒരു IO എക്സെപ്ഷൻ കാണിക്കും. ഇനി ഇൻ കേസ് നമുക്ക് ഡീസീരിയലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫയലിൽ കണ്ടൻസ് ഒന്നും ഇല്ല എങ്കിൽ അവിടെ നമുക്ക് ബൈറ്റ് കോഡൊന്നും അവൈലബിൾ അല്ലാത്ത സമയത്ത് നമുക്ക് ഡീസീരിയലൈസേഷൻ്റെ സമയത്ത് ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ ഇങ്ങനെയുള്ള ഓരോ മെസ്സേജസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ സ്റ്റെപ്സ് എല്ലാം അവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് SSN ഫീൽഡാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. SSN ഫീൽഡ് എന്തുകൊണ്ടാണ് ഈ ഒരു വാല്യൂ SSN നമ്പർ നമുക്ക് നമ്പർ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ നമുക്ക് എന്തുകൊണ്ട് അവിടെ അവൈലബിൾ ആയില്ല, നമ്മളത് ട്രാൻസിയൻ്റ് ആക്കി വെച്ചിരുന്നതുകൊണ്ടാണ് അവൈലബിൾ ആവാത്തത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സീരിയലൈസേഷൻ ആൻഡ് ഡീസീരിയലൈസേഷൻ ഒബ്ജക്റ്റ് സീരിയലൈസേഷനിൽ നമുക്ക് ജസ്റ്റ് ഒരു വിത്ത് എൻ എക്സാമ്പിൾ നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.